ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസേരിയൻസിന് വേണ്ടിയിട്ട്, ക്യാൻസർ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിലെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് സ്പെഷ്യൽ റീഡിംഗ് ആണ്, വാലന്റൈൻസ് മന്ത് ആണ് ഇത്. അപ്പോൾ വാലന്റൈൻ സ്പെഷ്യൽ റീഡിംഗ് ആണ് ഇത്. ഇതൊരു ജനറൽ റീഡിങ്ങുമാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവും. പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കൺസൾട്ട് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പക്ഷേ പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ വാലന്റൈൻ സ്പെഷ്യൽ മെസ്സേജ് വരണമെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വരണേ നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഫെബ്രുവരി മാസത്തിൻ്റെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഓവറോൾ എനർജി വേൾഡ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 3 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങൾ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ ഡെവിൽ, പാസ്റ്റിൽ എന്താ ഉണ്ടായേ നിങ്ങളുടെ അടുക്കെ പേജ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ക്യാൻസർ ഇവിടെ ഞാൻ കാണുന്നത് വേൾഡ് എനർജിയാണ് നിങ്ങളുടെ. ഓക്കെ, അപ്പോൾ വേൾഡ് എനർജി ആക്ച്വലി ഒരു എൻഡിങ്, ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്തോ ഒരു പാസ്റ്റിൻ്റെ സൈക്കിൾ ക്ലോസ് ഔട്ട് ചെയ്യണോ. നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ, നടക്കാത്ത സിറ്റുവേഷൻസ്, നടക്കാത്ത റിലേഷൻഷിപ്സ്, അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി പോകണു. അപ്പോൾ ഒരു പുതിയ തുടക്കമുണ്ട് നിങ്ങളുടെ എനർജിയിൽ, ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. അതല്ലച്ചാ നിങ്ങൾ എന്തോ ഒരു വലിയ സ്റ്റെപ്പ് എടുക്കാൻ പോകണു ഈ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ ഡേറ്റ് ചെയ്യായിരുന്നു വെച്ചാൽ നിങ്ങൾ മേ ബി ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ആയിരിക്കും പോകണ്ടാവുക. നിങ്ങൾ കമ്മിറ്റഡ് ആയിരുന്നു വെച്ചാൽ മേ ബി നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കണു. അപ്പോൾ എന്തോ ഒരു വലിയ സ്റ്റെപ്പാണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു എന്താ പറയുക, എഫേർട്ട് ഇടണ എനർജിയാണ്. രണ്ടാളും സെയിം കമ്പനിയിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ വർക്കിൻ്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങളുടെ ഡെവിലാണ്. അപ്പോൾ ഇവിടെ ഡെവിൽ വരുമ്പോൾ ഈ പേഴ്സൻ്റെ 3 ഓഫ് പെൻറ്റിക്കിൾസ് ഞാൻ കാണുമ്പോൾ ഇതൊരു തേർഡ് പാർട്ടി ആവാം. അതുകൊണ്ടാണ് ഇവിടെ ഡെവിൽ വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു ടോക്സിക് എനർജി ഉണ്ട്. ഇപ്പോൾ ഈ ടോക്സിക് എനർജി എന്താണെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. പക്ഷേ എവിടെയോ ഈ സിറ്റുവേഷനിൽ ഒരു അൺഹെൽതി എനർജി കാണാണ്ട്. ഓക്കെ, ഇവിടെ ഒരു തേർഡ് പാർട്ടിയാണ് വെച്ചാൽ ഇതൊരു നോർമൽ സിറ്റുവേഷൻ അല്ല, ഒരു അൺഹെൽതി സിറ്റുവേഷനാണ്. അതല്ലാണ്ട് ചില വേറെ ഇഷ്യൂസും ഉണ്ടാവാം. ഈ പേഴ്സൺ ചിലപ്പോൾ വേറെ അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവാം. അതല്ലച്ചാൽ ഒരു അഡിക്ഷൻ പ്രോബ്ലം ഉണ്ടാവാം. കുറേ ദേഷ്യം വരണു, കുറേ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പ്. അതുമല്ലച്ച ഇവിടെ ചില വേറെ പ്രശ്നങ്ങൾ, സ്റ്റാഗ്നൻസി, അതുമാവാം. ഓക്കെ, പാസ്റ്റിൽ ഞാൻ കാണുന്നത് പേജ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ പാസ്റ്റിൽ ഇവിടെ ഒരു പുതിയ തുടക്കമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ മീറ്റ് ചെയ്തു, നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ അതൊരു മെച്ചോർഡ് അട്രാക്ഷൻ, പറഞ്ഞാൽ ഒരു മെച്ചോർഡ് റിലേഷൻഷിപ്പിൻ്റെ എനർജി ആയിരുന്നില്ല. ഇവിടെ കുറേ ഒരു പ്ലേഫുൾ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ എനർജിയിലെ വേൾഡ് എന്താണ് കാണുന്നത്. അപ്പോൾ 5 ഓഫ് സോർഡ്സ്, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് വഴക്കുണ്ടായി. അതല്ല വെച്ചാൽ വേറെ ആൾക്കാർ ഇതിൽ കുറേ ഇൻ്റർഫിയർ ചെയ്തു. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ചാപ്റ്ററിനെ ഇവിടെ തന്നെ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ സിറ്റുവേഷനിൽ ഒട്ടും നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നില്ല. അതല്ല വെച്ചാൽ ഈ സിറ്റുവേഷൻ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമായിട്ട് ആയിരിക്കും. പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നു. അത് ഈ പേഴ്സൺ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ടാണ്, ഇമോഷണൽ കണക്ഷൻ ഒന്നുമില്ല. ഈ പേഴ്സൻ്റെ എനർജിയിൽ 3 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? 3 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ 10 ഓഫ് വാൻഡ്സ്. അവരുടെ ചില ബാഗേജസ് ഉണ്ട്, ചില ബർഡൻസ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട് അവരുടെ.
അതിൻ്റെ എന്തോ ഒരു ഭാരം അവരിങ്ങനെ കൊണ്ടുപോകണു, എല്ലാ റിലേഷൻഷിപ്പിൽ ഇത് അവരെ എഫക്റ്റ് ചെയ്തിരിക്കണു. അപ്പോൾ അതുകൊണ്ട് അവരുടെ എനർജിയിൽ ഞാൻ കാണുന്നത് അവർ കമ്മിറ്റ് ചെയ്താലും എന്തോ ഒരു റെസ്ട്രിക്റ്റഡ് എനർജിയാണ് അവരുടെ. ഓക്കെ, പറഞ്ഞാൽ മുഴുവനെ കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് വെച്ചാലും മേ ബി ഇമോഷണലി കണക്ട് ചെയ്യാൻ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ ഈ ഡെവിൽ എനർജി എന്താണ് ഇവിടെ? അപ്പോൾ ഈ ഡെവിൽ എനർജി 2 ഓഫ് പെൻറ്റിക്കിൾസ്. ഇവിടെ മേ ബി ഒരു ചോയ്സ് ഉണ്ടായിരുന്നു ഒരു പേഴ്സണിന്, 2 ആൾക്കാരുടെ ഇടയ്ക്ക്. അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു ടോക്സിക് എനർജി കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സിറ്റുവേഷന് മാറി നിന്നു. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു ബാലൻസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഒരു ഇംബാലൻസ്ഡ് സിറ്റുവേഷൻ ആയിരുന്നു, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാസ്റ്റിലും പേജ് ഓഫ് ഫോൺസ് ഞാൻ പറഞ്ഞ മാതിരി ഒരു പാഷൻ ഉണ്ട്, പക്ഷേ ഇത് എവിടേക്കും പോവാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? ഇപ്പോഴത്തെ ഫീലിങ്സ് ഈ പേഴ്സൻ്റെ ജസ്റ്റിസ്. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു ഫെയർ ആയിട്ടല്ല ഉണ്ടായ കാര്യങ്ങൾ. പറഞ്ഞാൽ ഞാൻ ചെയ്തത് ശരിയായിരുന്നില്ല, അതല്ല വെച്ചാൽ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടായത് അത് ആയിട്ടില്ല. പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു കാർമിക് എനർജി ഇവിടെ കാണാണ്ട് അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ബാലൻസ് ചെയ്യണം ഈ സിറ്റുവേഷനെ, അങ്ങനെ ഒരു ഫീലിംഗ് വരണു. 6 ഓഫ് പെൻറ്റിക്കിൾസ് അവർക്ക് ഈ സിറ്റുവേഷനിൽ ഒരു 1 സൈഡഡ് എനർജി ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾ എഫേർട്ട് ഇട്ടുണ്ടാവും, ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എഫേർട്ട് ഉണ്ടായിരുന്നില്ല. അതല്ല വെച്ചാൽ ഈ പേഴ്സണ് തോന്നുന്നുണ്ടാവുക അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി. അപ്പോൾ ഇപ്പോൾ അവർ കുറേ നിങ്ങളൊരു ഇമോഷണലി ബാലൻസ്ഡ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്ന കാര്യങ്ങൾ ശരിക്കും സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യണം എന്നുണ്ട്. ഈ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങളുടെ ഫീലിങ്സ് ഏസ് ഓഫ് കപ്സ്. നിങ്ങൾക്ക് ഇപ്പോഴും ഈ പേഴ്സൺ ഇഷ്ടമാണ്, ഇവിടെ ഒരു പുതിയ തുടക്കം വേണം എന്നുണ്ട്. ഇവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇമോഷണൽ ആയിട്ട് ഓഫർ വന്നാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഇപ്പോഴും ലവ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പാണ് വേണ്ടത്, റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻസ്? അവരുടെ എന്താണ് ശരിയായി ഇൻറ്റൻഷൻസ് ഉള്ളത്? അവർ കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയിലാണ്. അവരുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ അവർ കുറേ പ്രാക്ടിക്കലായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ആലോചിക്കണത്. ഓക്കെ, ഇമോഷണൽ ആയിട്ടല്ല വരണേ. ഇമോഷണലി അവർക്ക് ഡെഫിനറ്റ്ലി പാസ്റ്റിൻ്റെ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് കുറേ റിഗ്രറ്റ്സ് ഉണ്ട് അതിനെക്കുറിച്ച്. അവരുടെ ഭാഗത്തുനിന്നും അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇതുണ്ട്, വിഷമമുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഒരു ക്ലാരിറ്റിയുടെ കൂടെ ആണ് അവർ വരണേ നിങ്ങളുടെ അടുത്തേക്ക്. അല്ല വെച്ചാൽ അത് അവരുടെ മനസ്സിലൊരു ക്ലിയർ ആയ ഒരു പിക്ചർ ഉണ്ട്. അത് ഓക്കെ, ഞാൻ ചെയ്തത് ഇത് ശരിയായില്ല, ക്യാൻസർ ചെയ്തത് അവരുടെ ഭാഗത്തു നിന്ന് അവരും ഇത് എന്തോ ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് ഇരുന്ന് കാര്യങ്ങൾ ശരിയായി സംസാരിക്കാം. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ അതാണ്, ക്ലാരിറ്റി കൊണ്ടുവരിക. ഈ സിറ്റുവേഷനിൽ എന്താ ശരിയാവാത്തത് വെച്ചാൽ അതൊക്കെ റെക്ടിഫൈ ചെയ്യാം. നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്? നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഒരു റൊമാൻറ്റിക് ആംഗിളാണ്. അവർ പ്രാക്ടിക്കലായിട്ടാണ് സംസാരിക്കണേ, പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കണേ. നിങ്ങൾ റൊമാൻറ്റിക് ആയിട്ടാണ് ചിന്തിക്കണേ. അപ്പം നിങ്ങളുടെ എനർജിയിൽ ഞാനൊരു റൊമാൻറ്റിക് മെസ്സേജ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഒരു ഇമോഷണൽ എനർജിയാണ് നിങ്ങളുടെ. ഹെർമിറ്റ് എനർജി ഉണ്ട് ഇവിടെ. അപ്പം നിങ്ങൾക്കും കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലാവാൻ തുടങ്ങിയിരിക്കണു. നിങ്ങൾ ഈ സെപ്പറേറ്റഡ് എനർജിയിൽ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ഡെഫിനറ്റ്ലി മിസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടാവും. അത് ഐ മിസ് യു, ഇല്ലേ എന്താ നിങ്ങളുടെ ഇപ്പോൾ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെംപ്ടേഷൻ ഉണ്ട്. അവരെ എന്തായാലും മെസ്സേജ് ചെയ്യണം എന്ന് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട്. നിങ്ങളുടെ ഇൻറ്റൻഷനും ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഇൻറ്റൻഷൻ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ്, ഇവരെടുക്കാൻ പോണ ആക്ഷൻ? അപ്പോൾ ഇവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു സോറി ഇല്ലൊരു അപ്പോളജി വരും. ഇവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാവും. ടവർ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യുമ്പോൾ എന്തോ ഒരു ഷോക്കിംഗ് ആയ കാര്യം പറയാൻ പോകുന്നുണ്ട്. ഈ കാര്യം അവർ പറയുമ്പോൾ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു സഡൻ മാറ്റം വരണ മാതിരി ഒരു എനർജി കാണുന്നുണ്ട്.
അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യണത് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാത്ത മാതിരി ആയിരിക്കും. 7 ഓഫ് കപ്സ് കൺഫ്യൂഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഇപ്പോഴും അവരുടെ മനസ്സിലൊരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എന്താണ് പറഞ്ഞാൽ, ക്ലാരിറ്റി ഇല്ല എന്നല്ല, അവർക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, വേറെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ആക്ഷൻ എന്താണ്? സൺ, നിങ്ങൾ ആക്ച്വലി കുറേ ക്ലിയർ ആണ്. നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടേ. ഈ പേഴ്സണെ നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം, ഫാമിലി വേണം. ഈ പേഴ്സണെ നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ പേഴ്സണ് കുറേ ഇഷ്ടമാണ്. ഇവിടെ കുറേ ലവ് ഉണ്ട് നിങ്ങളുടെ ഭാഗത്തിൽ. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം ഉണ്ടാവുക? നിങ്ങൾ രണ്ടാളുടെയും ഈ സിറ്റുവേഷൻ്റെ ഔട്ട്കം ഡെത്ത്. അപ്പോൾ ഡെത്ത് ഒരു എൻഡിങ് ആണ്, പക്ഷേ എൻഡിങ് കഴിഞ്ഞ ഒരു പുതിയ ബിഗിനിങ്ങുമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഈ ബ്രേക്കപ്പ് ഉണ്ടായി, സെപ്പറേഷനിലാണ് വെച്ചാൽ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്ത് ഈ സിറ്റുവേഷനിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ സോഷ്യൽ മീഡിയനെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങളായിരിക്കും ഈ പേഴ്സൻ്റെ സോഷ്യൽ മീഡിയനെയൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവുക. ഈ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് ഡെഫിനറ്റ്ലി എന്തോ ഒരു ആക്ഷൻ അവർ എടുക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു ഫയർ സൈൻ കാണാണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സ്കോർപ്പിയോ എനർജി ഉണ്ട്, അക്വേറിയസ്, ലീബ്ര, ജെമിനി ഉണ്ട്. അപ്പോൾ 9 ഓഫ് പെൻറ്റിക്കിൾസ് എനർജി ഉണ്ട് ഇവിടെ, ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വന്നാലും എന്തോ കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഒരു ഹിഡൻ മാതിരി ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇത് പുറത്ത് വരാൻ സമയമെടുക്കും. എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് അവർ ഓണസ്റ്റ്ലി കാര്യങ്ങൾ സംസാരിക്കാൻ, തുറന്ന് സംസാരിക്കാനുള്ള ആ എനർജി വരണ വേറെ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഉടനെ ഞാൻ കാണുന്നത് ഒരു മെസ്സേജ് ഉണ്ട്, ഒരു റീകൺസിലിയേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സ്റ്റേബിളായി ഫ്യൂച്ചർ വേണം എന്നുണ്ടെച്ചാൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്താ വെച്ചാൽ ഉടനെ ഉണ്ടാവാൻ പോവാന എനർജി അല്ല ഇത്. അപ്പോൾ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ചെറിയ തുടക്കമാണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് മാതിരി. ഓക്കെ, അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് മേ ബി ഫ്യൂച്ചറിൽ അത് എവിടെയെങ്കിലും ഒരു സ്റ്റേബിൾ എനർജിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഞാൻ കാണുന്നൊരു ചെറിയ ഓഫറാണ്. സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. അപ്പോൾ ഈ പേഴ്സൺ എല്ലാ കാര്യത്തിലും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഐ വോണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്സ്. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ അതുണ്ട്. അത് ഫ്രണ്ട്സ് മാത്രമല്ല, അത് കാട്ടിലും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് അല്ലാണ്ട് തന്നെ. ഐ ഹൈഡ് ബിഹൈൻഡ് മെറ്റീരിയൽ തിങ്സ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലിയോ, വെർഗോ, പൈസീസ്, സ്കോർപ്പിയോ, ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, അക്വേറിയസ്, ലീബ്ര, ജെമിനിയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സൈൻസ് ഇവിടെ ഉണ്ട്. പക്ഷേ സൈൻസ് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് മെസ്സേജ് ഇമ്പോർട്ടൻ്റ് ആണ്. മെസ്സേജ് മാച്ച് ചെയ്താൽ സൈൻസ് എന്തും വേണിച്ചാവാം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.